ഒരു തൊഴിലാളി പാറയ്ക്കടിയിലായിട്ട് 24 മണിക്കൂറാകുന്നു. രാവിലെ രക്ഷാപ്രവർത്തനം തുടങ്ങിയപ്പോഴും തുടർച്ചയായി പാറ ഇടിയുന്നതാണ് നമ്മൾ കണ്ടത്. ഇതോടെ ഇപ്പോൾ ദൗത്യം നിർത്തിവച്ചിരിക്കുകയാണ്. അപകടത്തിൽ കുടുങ്ങിക്കിടക്കുന്ന അജയ് കുമാർ റോയിയുടെ ബന്ധുക്കൾ സ്ഥലത്തെത്തി. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. 10 साल से काम कर रहा है ओनर, हमको नहीं बताया वो ऐसा डेंजर है, नहीं तो मैं नहीं आना दूंगा। बोला बहुत अच्छा काम है, दिन दिन में ड्यूटी रहता है। वो बोला मैं दिन में 6 बजे ड्यूटी को जाता है, 6 बजे शाम को रूम को आता है। बहुत बार एनी टाइम 100 बार कल उन्होंने मॉर्निंग में कॉल किया मेरे को, मैं ड्यूटी जा रहा हूँ। वो मैं बोला ठीक है जाओ। वो बोला मेरा बच्चा को स्कूल का बैग लेना है, वो तुम भेज दो पैसा मनी। मैं बोला मैं भेज। പത്തനംതിട്ട പയ്യനാമണ്ണിൽ ചെങ്കളത്ത് ക്വാറി അപകടം സംഭവിച്ച പാറമടയ്ക്ക് സമീപം വീണ്ടും പാറ പൊട്ടിക്കാൻ നീക്കം നടത്തുന്നതായി നാട്ടുകാർ. വലിയ കല്ല് വീടിന് സമീപത്തേക്ക് ഉരുണ്ടെത്തി. ഭയത്തോടെയാണ് തങ്ങൾ കഴിയുന്നതെന്നും പ്രദേശവാസികൾ പറയുകയാണ്. ക്വാറി ഉടമ പഞ്ചായത്ത് റോഡ് കയ്യേറി റോഡിന്റെ മധ്യത്തിൽ ഗേറ്റ് സ്ഥാപിച്ച് താഴിട്ട് പൂട്ടിയതായും നാട്ടുകാർ പറഞ്ഞു. ജനവാസ മേഖലയിൽ ഇനി പാറ പൊട്ടിക്കാൻ അനുവദിക്കില്ല എന്നാണ് പ്രദേശവാസികളുടെ നിലപാട്. പത്തനംതിട്ട കോന്നി ഗ്രാമപഞ്ചായത്തിൽ 6-7 വാർഡുകൾക്ക് ഇടയിലൂടെ കടന്നു പോകുന്ന റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് കാർമൽ ചേരിക്കൽ എന്നാണ്. കഴിഞ്ഞ ദിവസം ചെങ്കളം ആ ഒരു പാറമടയിൽ പാറകൾ ഇളകി വീണ് കഴിഞ്ഞ ദിവസം ഒരു അപകടമുണ്ടാവുകയും ഒരു തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ തൊഴിലാളിക്കായിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ ഊർജിതമായി നടക്കുകയാണ്. ഇപ്പോൾ നാട്ടുകാർക്കുള്ള പ്രധാനപ്പെട്ട പരാതി എന്നുള്ളത് ഈ 6-7 വാർഡുകൾക്ക് ആ ഭാഗത്ത് ഈ കാണുന്ന സ്ഥലത്ത് ഇതേ ആൾ തന്നെ, അതായത് ചെങ്കളം ക്വാറിയുടെ ഉടമ തന്നെ ഒരു പാറമട തുടങ്ങാനുള്ള ഒരു നീക്കം നടത്തുന്നു എന്നുള്ളതാണ്. ഇത് ജനവാസ മേഖലയാണ്. ജനങ്ങൾക്കെല്ലാം ഇക്കാര്യത്തിൽ വലിയ പരാതിയുണ്ട്. മറ്റൊരു പരാതി നാട്ടുകാർക്കുള്ളത് ഈ റോഡ് പഞ്ചായത്ത് റോഡാണ്. പക്ഷേ ഇതിൻ്റെ കുറച്ച് ഭാഗം മുന്നോട്ട് പോകുമ്പോൾ ഈ ക്വാറി ഉടമ ഈ റോഡ് കെട്ടിയടച്ചു എന്ന ഒരു പരാതി കൂടി നാട്ടുകാർ പറയുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ക്വാറി ഉടമ ഈ റോഡ് കെട്ടിയടച്ചത്? നിങ്ങൾ പ്രതിഷേധിച്ചില്ലേ അതിനെതിരെ? ഞങ്ങൾ പൂർണ്ണമായിട്ട് പ്രതിഷേധിച്ചു. ഇത് പഞ്ചായത്ത് ആസ്തിയിൽ 1600 മീറ്ററാണുള്ളത് ഈ റോഡ്. അത് 980 മീറ്ററിൽ കെട്ടിയടച്ചിരിക്കുകയാണ്. അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധമായിട്ട് പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പം പഞ്ചായത്ത് സെക്രട്ടറി അതിന് അനുകൂലമായ നിലപാടെടുത്ത് പഞ്ചായത്തിൽ നിന്ന് ആളിനെ വിട്ടു. പക്ഷേ ഞങ്ങളോട് അനുകൂലമായിട്ട് നിലപാടെടുത്തു. പക്ഷെങ്കിൽ അളക്കാൻ വരുന്ന ഉദ്യോഗസ്ഥർക്ക് മാന്യമായ രീതിയിൽ സംരക്ഷണം കൊടുക്കാതെ അവരിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ക്വാറി ഉടമ അവരെ തടഞ്ഞു. ലാസ്റ്റിൽ പോലീസിനെ വരുത്തി അവർ ഇവിടുന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പം പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു നാട്ടുകാർ ഉദ്യോഗസ്ഥരെ തടഞ്ഞെന്ന്. അതിൻ്റെ പേരിൽ ഞങ്ങളുടെ ഇവിടുത്തെ പ്രദേശവാസികളുടെ പേരിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന റബ്ബർ തോട്ടം ഈ ക്വാറി ഉടമ വാങ്ങിക്കുകയും ഇവിടെ പാറ പൊട്ടിക്കുന്നുള്ള നീക്കം നടക്കുന്നതായി നിങ്ങൾ പറയുന്നു. പുതിയ പാറമട തുടങ്ങാനായിട്ടുള്ളതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എത്താനാ 20 ഏക്കറാണ് അടുത്തത് വാങ്ങിച്ചിട്ടേക്കുന്നത്, അടുത്ത ക്വാറി തുടങ്ങാനായിട്ടുള്ളത്. ചെങ്കുത്തായ സ്ഥലമാണ്. എപ്പോഴെങ്കിലും വലിയ കല്ലുകളൊക്കെ താഴേക്ക് വീണ് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ഒരു കല്ല് കഴിഞ്ഞ ദിവസം ആ വീടിന്റെ മുറ്റത്ത് വന്ന് വീണു. കുഞ്ഞുങ്ങൾ നിൽക്കുന്ന വീടുകളല്ലേ, കുഞ്ഞുങ്ങളുടെ മണ്ടയ്ക്ക് വീണ് എന്തായിരിക്കും അതിന്റെ അവസ്ഥ? നിങ്ങൾക്ക് ഭയമാണ് ഈ വീടുകളിൽ താമസിക്കാൻ? അതെ, ഞങ്ങൾക്ക് താമസിക്കുന്ന ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് പേടിയോട് കൂടി ഞങ്ങൾ ഓരോ ദിവസവും കഴിഞ്ഞു കൂടുന്നത്. ഇപ്പം 10 മീറ്റർ പോലും ഇല്ല ഇനി ഞങ്ങളുടെ വീട്. ഇന്നലെ അവിടെ പാറ പൊട്ടിച്ചപ്പോൾ ഞങ്ങളുടെ വീട് കുലുങ്ങുമായിരുന്നു. ഇത് 22 വർഷം മുമ്പേ ഇവരിവിടെ ചെറിയ തോതിൽ പാറ പൊട്ടിക്കാൻ തുടങ്ങി. പാറ കൊണ്ടുവന്ന നേരത്ത് ഞങ്ങൾ ടിപ്പറും ഡ്രൈവർമാരുടെ സഹിതം തടഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ദിവസങ്ങളോളം പോയിരുന്ന് ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിച്ചാണ് ഇത് നിർത്തലാക്കിയത്. അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന് പറയാൻ കിണർ കുഴിച്ചാൽ വെള്ളമില്ല, കിണറ്റിനകത്ത് വെള്ളം വലിയാണ്, അത് ഉപയോഗശൂന്യമായി പോകുന്നു. വീടുകളെല്ലാം വിള്ളൽ വീണ് ജനലിൻ്റെയൊക്കെ ഭാഗം പൊട്ടിക്കീറിയിരിക്കുകയാണ് ഇപ്പോൾ വെച്ച വീടുകൾ പോലും. നമ്മൾ പരാതി കൊടുക്കുമ്പോൾ മോളിൽ നിന്നുള്ള തലത്തിൽ നിന്നും ഈ പറയുന്ന ഓർഡറിന്റെ തലത്തിൽ നിന്നും ഗുണ്ടകളെ വെച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയാണ്. ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നത്? പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കോന്നി ഗ്രാമപഞ്ചായത്തിലെ കാർമൽ ചേരിക്കൽ പ്രദേശവാസികൾ വലിയ ഭീതിയിൽ തന്നെയാണ്. അവർക്ക് 2 വിഷയങ്ങളാണുള്ളത്. ഒന്ന്, പഞ്ചായത്ത് റോഡ് ഈ ക്വാറി ഉടമ കെട്ടിയടച്ചു എന്ന് പറയുന്ന അങ്ങനെ ഒരു പരാതിയുണ്ട്. മറ്റൊന്ന്, ഈ റോഡിൻ്റെ എതിർവശത്തുള്ള പുരയിടത്തിൽ അവിടെ പാറ പൊട്ടിക്കാനുള്ള നീക്കം ഈ ക്വാറി ഉടമ നടത്തുന്നു. ഒന്ന്, ഈ പഞ്ചായത്ത് റോഡ് കെട്ടിയടച്ചത് അത് സഞ്ചാരയോഗ്യമാക്കുക, ഒപ്പം തന്നെ ഈ സമീപ ഭാഗത്ത് റബ്ബർ തോട്ടത്തിൽ അതിൻ്റെ ഉയരമുള്ള ഭാഗത്ത് പാറ പൊട്ടിക്കാനുള്ള നീക്കം അത് തടയുക. അതിനുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.